2026 അക്കാഡമിക് ഇയറിൽ ഒരു +2 സയൻസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനും എക്സാമിനേഷൻ എഴുതാനും പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് പരീക്ഷകളുടെ ഇതുവരെ അനൗൺസ് ചെയ്ത ഡേറ്റുകൾ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് കൃത്യമായിട്ട് പഠിക്കുന്നതിനും അതിനനുസരിച്ച് മോഡൽ എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്ത് ഈ പരീക്ഷകളിൽ ഉന്നത വിജയം സ്കോർ ചെയ്ത് +2 ശേഷം മികച്ച ക്യാമ്പസുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മികച്ച കോഴ്സുകൾ സെലക്ട് ചെയ്യാനൊക്കെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു കൃത്യമായ ഒരു പ്ലാനിങ് ഷെഡ്യൂൾ ടൈം പ്ലാനർ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുവരെ അനൗൺസ് ചെയ്ത വിവിധ നാഷണൽ ലെവൽ എൻട്രൻസ് പരീക്ഷകളുടെ ഡേറ്റുകൾ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് നമുക്ക് നോട്ട് ചെയ്യാം വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ VITയുടെ ക്യാമ്പസിലെ എൻട്രൻസ് എക്സാമിനേഷൻ April 28 to May 3 ഉള്ള ദിവസങ്ങളിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ CBT എക്സാമിനേഷനാണ് വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ദെൻ നീറ്റ് എക്സാമിനേഷൻ മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാമിനേഷൻ. MBBS BDS കോഴ്സുകൾ ഇന്ത്യ മുഴുവൻ എയിംസും AFMCയും ജിപ്മറും ഉൾപ്പെടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും ഡീംഡ് മെഡിക്കൽ കോളേജുകളും ഒക്കെ ഉൾപ്പെടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഒക്കെ അഡ്മിഷൻ ലഭിക്കേണ്ട ടോപ്പ് ലെവൽ എക്സാമിനേഷനാണ് നീറ്റ് എക്സാമിനേഷൻ. ഇതിനോടൊപ്പം ഈ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറൻറ്റ് സ്റ്റേറ്റുകൾ അതാത് സ്റ്റേറ്റിലുള്ള ഹെൽത്ത് അലൈഡ് കോഴ്സുകളിലേക്കും ഒക്കെ അഡ്മിഷൻ ഫില്ല് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ +2 സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷനായ നീറ്റ് എക്സാമിനേഷൻ്റെ ഡേറ്റ് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. May 3 ആണ് നമ്മൾ എക്സാമിനേഷൻ എഴുതേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് 180 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യേണ്ട എക്സാമിനേഷനാണ് നീറ്റ് എക്സാമിനേഷൻ. ദെൻ തേർഡ് ഈസ് കുസാറ്റ് കാറ്റ് എക്സാമിനേഷൻ. കുസാറ്റിൻ്റെ ക്യാമ്പസ് എന്ന് പറയുന്ന 2 ക്യാമ്പസാണ്. ഫസ്റ്റ് വൺ തൃക്കാക്കര ക്യാമ്പസും മറ്റൊന്ന് കുട്ടനാട് ക്യാമ്പസും. ഈ 2 ക്യാമ്പസിൽ ഡിഫറൻറ്റ് കോഴ്സുകൾ കൊണ്ട് ഫേമസ് ആയ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് കൊണ്ട് ഫേമസ് ആയ ക്യാമ്പസാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് BTech പ്രോഗ്രാമുകളും ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളും MSc സയൻസ് പ്രോഗ്രാമുകളും ഒക്കെ നമുക്ക് കുസാറ്റിൻ്റെ ക്യാമ്പസിൽ പഠിക്കാം. അവരുടെ എക്സാമിനേഷൻ May 9th, 10th, 11th ഈ 3 ദിവസങ്ങളിലായിട്ടാണ് കുസാറ്റിൻ്റെ എക്സാമിനേഷൻസ് നടക്കുക. ഇനി അടുത്ത എക്സാമിനേഷൻ നമുക്ക് കാണാം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ക്യാമ്പസിലേക്കുള്ള സെലക്ഷൻ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിവിധ ക്യാമ്പസുകൾ ഇന്ത്യയിൽ തന്നെ വിവിധ സ്റ്റേറ്റുകളിൽ ISIയുടെ ക്യാമ്പസുകളുണ്ട്. ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ May 10th നടക്കുക. ദെൻ CUET എക്സാമിനേഷൻ May 11th മുതൽ 31st ഇൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഡേറ്റുകളായിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. എന്താണ് ഈ CUET എക്സാമിനേഷൻ? കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഇന്ത്യ മുഴുവൻ 100,000-ലധികം ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക്, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ +2 കഴിയുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും എഴുതാൻ സാധിക്കേണ്ട ഒരു എക്സാമിനേഷനാണ് CUET എക്സാമിനേഷൻ. നെക്സ്റ്റ് ഈസ് JEE അഡ്വാൻസ് എക്സാമിനേഷൻ. JEE അഡ്വാൻസ് എക്സാമിനേഷൻ നടക്കുന്നത് May 17th. ഈ സെയിം ടൈമിൽ തന്നെ JEE മെയിൻസ് എക്സാമിനേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. മെയിൻസ് എക്സാമിനേഷൻ്റെ ഫസ്റ്റ് എക്സാമിനേഷൻ ഓൾറെഡി കഴിഞ്ഞു. ആ എക്സാമിനേഷൻ്റെ റിസൾട്ട് ഇപ്പോൾ ഫെബ്രുവരിയിൽ വരും. ഇനി JEE മെയിൻസ് എക്സാമിനേഷൻ്റെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ നടക്കുന്നത് April 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ്. ഇനി ഈ ഫസ്റ്റ് ഫേസിലോ സെക്കൻഡ് ഫേസിലോ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് അതിൽ 2.5 ലക്ഷത്തിനുള്ളിൽ റാങ്കിൽ വരുന്ന വിദ്യാർത്ഥികൾക്കാണ് JEE അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാനും May 17th നടക്കുന്ന ഈ എക്സാമിനേഷൻ ത്രൂ IITകളിലേക്കും ISROയിലേക്കും ഒക്കെ അഡ്മിഷൻ നേടാനും സാധിക്കുക. ഇനി JEE മെയിൻസ് എക്സാമിനേഷൻ വഴി നമുക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടുക? NITകളിലും IIITസിലും ഒക്കെ അഡ്മിഷൻ കിട്ടുന്നത് ഈ JEE മെയിൻസ് എക്സാമിനേഷൻ്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് കൂടാതെ ഇന്ത്യ മുഴുവനുള്ള 38ഓളം ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ക്യാമ്പസിലൊക്കെ അഡ്മിഷൻ കിട്ടാനും നമുക്ക് JEEയുടെ സ്കോറാണ് കൺസിഡർ ചെയ്യുക. ഇനി JEE മെയിൻസും അഡ്വാൻസും നമ്മൾ ഈ പറഞ്ഞ ക്യാമ്പസുകൾ കൂടാതെ ഇന്ത്യയിലെ ധാരാളം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾ JEEയുടെ സ്കോർ വെച്ചിട്ട് അഡ്മിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലെ ഏറ്റവും മികച്ച എക്സാമിനേഷനാണ് JEE മെയിൻസ് ആൻഡ് അഡ്വാൻസ്. അടുത്തതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു ഡേറ്റ് ആണ് June 6th. ആ June 6th ഏത്
എക്സാമിനേഷനാണ്? നെസ്റ്റ് എക്സാമിനേഷൻ. നൈസറിലേക്കും ഇന്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്കും ഒക്കെ അഡ്മിഷൻ കിട്ടുന്ന, റിസർച്ച് ക്യാമ്പസിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന ഏറ്റവും മികച്ച എക്സാമിനേഷനാണ് ഈ നെസ്റ്റ് എക്സാമിനേഷൻ. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ തന്നെ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നമ്മൾ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ട മറ്റൊരു എക്സാമിനേഷനാണ് നിഫ്റ്റ് എക്സാമിനേഷൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ നടക്കുന്നത് ഫെബ്രുവരി 8-നാണ്. ദെൻ നമ്മൾ ജെഇ മെയിൻ എക്സാമിനേഷനെ കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞു. ഏപ്രിൽ 2-നും 25-നും ഇൻ ബിറ്റ്വീനുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് ജെഇ മെയിൻസ് എക്സാമിനേഷൻ നടക്കുക. ദെൻ ND എക്സാമിനേഷൻ ഏപ്രിൽ 12-നാണ്. ND എക്സാമിനേഷൻ എന്നത് UPSC നടത്തുന്ന എക്സാമിനേഷനാണ്. ഒരു വർഷത്തിൽ തന്നെ 2 പ്രാവശ്യം എഴുതാം. അതായത് ഈ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് എക്സാമിനേഷനാണ് ഏപ്രിൽ 12-ന് നടക്കുക. ഈ ND എക്സാമിനേഷൻ ത്രൂ നമുക്ക് ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 സെക്ടറിലെ ഒരു ഓഫീസർ റാങ്കിലേക്ക് ഡെസിഗ്നേഷൻ ലഭിക്കാനുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾക്കാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. എക്സാമിനേഷൻ ഡേറ്റ് ഏപ്രിൽ 12-നാണ്. ദെൻ നമുക്ക് കീം എക്സാമിനേഷൻ ഏപ്രിൽ 13 മുതൽ 25 വരെയുള്ള ഇൻ ബിറ്റ്വീൻ ഡേറ്റ്സിലായിരിക്കും ഈ കീമിൻ്റെ എക്സാമിനേഷൻ വരിക. എന്താണ് ഈ കീം എക്സാമിനേഷൻ? നമുക്ക് കേരളത്തിൽ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിനോ BPharm കോഴ്സിനോ അഡ്മിഷൻ ലഭിക്കാൻ നമ്മൾ എഴുതേണ്ട എക്സാമിനേഷനാണ് കീം എക്സാമിനേഷൻ. കേരളത്തിൽ നമുക്കറിയാം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും ഒക്കെ എഞ്ചിനീയറിംഗിന് ധാരാളം ക്യാമ്പസുകളുണ്ട്. CET ട്രിവാൻഡ്രം ക്യാമ്പസും തൃശ്ശൂർ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജും RIT കോട്ടയം ക്യാമ്പസിലേക്കും അതുപോലെ TKM MA കോളേജും ഒക്കെ ഉൾപ്പെടെ കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം 150ഓളം ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സിംഗിൾ എക്സാമിനേഷനാണ് കീം എക്സാമിനേഷൻ. ഇതിനോടൊപ്പം ഫാർമസി കോഴ്സിന് BPharm കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാനും നാം എഴുതേണ്ട എക്സാമിനേഷനാണ് കീം എക്സാമിനേഷൻ. നെക്സ്റ്റ് ഈസ് ബിറ്റ്സാറ്റ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ക്യാമ്പസിലേക്ക് ഉള്ള എക്സാമിനേഷനാണ് ബിറ്റ്സിൻ്റെ എക്സാമിനേഷൻ. ബിറ്റ്സിന് നമുക്കറിയാം പിലാനി, ഗോവ, ഹൈദരാബാദ് ഈ 3 ക്യാമ്പസിലുള്ള ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ്, BPharm അതുപോലെ MSc പ്രോഗ്രാമുകളൊക്കെ ഒരു അഡ്മിഷൻ ലഭിക്കാൻ നമ്മൾ എഴുതേണ്ട എക്സാമിനേഷനാണ് ബിറ്റ്സിൻ്റെ എക്സാമിനേഷൻ. ബിറ്റ്സിന് 2 എക്സാമിനേഷൻ ഉണ്ട്, സെഷൻ 1-ഉം സെഷൻ 2-ഉം. ഈ 2 എക്സാമിനേഷനിൽ ഏതിനാണോ നമുക്ക് മാർക്ക് കൂടുതൽ ലഭിക്കുക അതാണ് റാങ്കിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ ഈ ഫസ്റ്റ് ഫേസ് എക്സാം നടക്കുന്നത് ഏപ്രിൽ 15 മുതൽ 17 വരെയും സെക്കൻഡ് ഫേസ് എക്സാം നടക്കുന്നത് മെയ് 24 മുതൽ 26 വരെയാണ്. ഇതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു ഹയർ എഡ്യൂക്കേഷൻ +2-ന് ശേഷം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യാമ്പസ് ആണ് SRM എന്ന് പറയുന്നത്. SRM-ന്റെ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ ഇന്ത്യയിൽ തന്നെ മൾട്ടി സിറ്റീസിൽ, സ്റ്റേറ്റിൽ SRM-ന്റെ ഡീംഡ് ടു ബി ക്യാമ്പസുകളുണ്ട്. ഈ ക്യാമ്പസുകളിൽ ഡിഫറെൻറ്റ് പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ കിട്ടാൻ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 3 എക്സാമിനേഷൻസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ഫേസ് എക്സാം നടക്കുന്നത് ഏപ്രിൽ 23 മുതൽ 28 വരെയും ജൂൺ 10 മുതൽ 15 വരെയും അതുപോലെ ജൂലൈ 4 മുതൽ 5 വരെയുമാണ്. ഇനി ഇത്ര എക്സാമിനേഷൻസ് അല്ല, ഇനിയും എക്സാമിനേഷൻസിൻ്റെ ഡേറ്റുകൾ വരാനുണ്ട്. ഒരു +2 കഴിയുന്ന വിദ്യാർത്ഥിയെ കാത്തിരിക്കുന്ന ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നതെല്ലാം നമ്മൾ കൃത്യമായി നിങ്ങളെ അറിയിച്ചുകൊണ്ടേയിരിക്കും. അതിലെടുത്തു പറയാനുള്ള മറ്റൊരു എക്സാമിനേഷനാണ് കേരളത്തിൽ ആർക്കിടെക്റ്റ് കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള നാറ്റ എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. ഇതേപോലെ വിവിധ പ്രോഗ്രാമുകൾക്ക് +2-ന് ശേഷമുള്ള നല്ല പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഡിഗ്രി കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള വിവിധ എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ചും അതുപോലെ BSc നഴ്സിംഗ് കോഴ്സുകൾ, പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള വെബ്സൈറ്റുകൾ, അതിൻ്റെ ഡേറ്റുകൾ, എല്ലാ ഡീറ്റെയിൽസും ഈ ചാനലിലൂടെ നമ്മൾ കൃത്യമായി പേരൻസിനെയും വിദ്യാർത്ഥികളെയും അറിയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സംശയങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഇതിനോടൊപ്പം നിങ്ങൾക്ക് എവിടെയുള്ള വിദ്യാർത്ഥിയും ആവട്ടെ, ആൽഫ അക്കാഡമി എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലും കോട്ടയ്ക്കലിലും ഓഫ്ലൈൻ ക്യാമ്പസുകളുള്ള ക്യാമ്പസാണ് ആൽഫ അക്കാഡമി ആൻഡ് ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. ഇതിനോടൊപ്പം
UAE-യിലുള്ള വിദ്യാർത്ഥികളോ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആൽഫ അക്കാഡമിയുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ സൗകര്യത്തോടെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പമുള്ള ട്രെയിനിങ്ങും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇതിനോടൊപ്പം ഈ പഠിക്കുക എന്നതിനോടൊപ്പം ഈ പരീക്ഷകൾ വിജയിക്കാൻ നമ്മൾ ഏറ്റവും നല്ല മോഡൽ എക്സാമിനേഷനും അറ്റൻഡ് ചെയ്യണം. ഈ മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനും ഇനിയുള്ള പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞുള്ള സമയത്ത് എൻട്രൻസിന് വേണ്ടിയിട്ട് ഒരുങ്ങാനുള്ള ക്രാഷ് കോഴ്സ് പഠിക്കാനും ഒക്കെ ആൽഫ അക്കാഡമി നിങ്ങളെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നന്നായി പഠിക്കാൻ, പേഴ്സണൽ അറ്റൻഷനോടെ പഠിക്കാൻ, ഏറ്റവും മികച്ച റാങ്കോടുകൂടി പ്രൊഫഷണൽ ക്യാമ്പസിലേക്ക് എത്താൻ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. വിവിധ എൻട്രൻസുകളുടെ ഡേറ്റുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. +2-ന് ശേഷം മികച്ച ക്യാമ്പസുകൾ, സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള ക്യാമ്പസുകൾ നേടിയെടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദി ബെസ്റ്റ്.